മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. വികസന പ്രവർത്തനം നടത്തിയതുകൊണ്ട് ജനം വോട്ട് ചെയ്യണമെന്നില്ല. ജയിക്കുമ്പോൾ മാത്രം ജനത്തെ സ്വീകരിക്കുകയും തോൽക്കുമ്പോൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല. കേരളത്തിലെ തോൽവി നാം അംഗീകരിച്ചേ പറ്റൂവെന്നും അദ്ദേഹം പറഞ്ഞു. കൂവോട് CITU ഓഫീസിൽ കർഷക സംഘം തളിപ്പറമ്പ് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M. സ്വരാജ്. 1000 ശരികൾക്കിടയിൽ അരതെറ്റ് സംഭവിക്കാം. ആ തെറ്റു തിരുത്താൻ ആർജവം കാണിക്കണം. എത്ര തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് തോറ്റിട്ടുണ്ട്. വർഷങ്ങളായി ഒപ്പമുണ്ടായിരുന്ന ജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ടു പോകും. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രം ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെ വോട്ട് ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ജയിക്കുമ്പോൾ മാത്രം ജനത്തെ അംഗീകരിക്കുകയും തോൽക്കുമ്പോൾ ജനങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല. കേരളത്തിലെ തോൽവി അംഗീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തു തന്നെയായാലും അംഗീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതാണ് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം. നമ്മൾ ജയിക്കുമ്പോൾ മാത്രം അംഗീകരിക്കും, തോൽക്കുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിലും അസ്വീകാര്യമാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാൻ സ്വീകരിക്കാൻ നിങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവർക്ക് കക്കാൻ പോലും പ്രിവിലേജ് ഉണ്ട്. വാഗ്ദാനങ്ങളിൽ വെള്ളം ചേർത്ത സർക്കാരാണ് നിലവിലുള്ളത്. KSRTC സൗജന്യ യാത്ര ഓർഡിനറിയിൽ മാത്രം ഒതുക്കി. നിലവിലെ സർക്കാർ കാപട്യത്തിന്റെ സർക്കാരാണ്. വോട്ട് ചെയ്തവരെ ദുഃഖിതരും നിരാശരുമാക്കിയ സർക്കാരാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. 10 കൊല്ലമായിട്ടില്ലാത്ത കറണ്ട് കട്ട് വന്നു. 10 കൊല്ലമായിട്ടില്ലാത്ത കറണ്ട് കട്ട് വന്നു. അപ്പൊ ശരിയായി ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അവസരം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളായി പൊട്ടിപ്പോഷിച്ചൊരു വലിയ നേട്ടം ഉണ്ടായിരുന്നല്ലേ, അത് KSRTCയുടെ സൗജന്യ യാത്രയാണ്. സ്ത്രീകൾ നമ്മളതിന് തീർന്നു, നമ്മളത് തടയാൻ പോയല്ലോ. വാഗ്ദാനത്തിൽ വെള്ളം ചേർന്നു, അത് ചൂണ്ടിക്കാണിച്ചു. അത്രയേ ഉള്ളൂ. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കും എന്നായിരുന്നു വാഗ്ദാനം. കൊടുത്തപ്പോ ഓർഡിനറി മാത്രമായി, അത് വെള്ളം ചേർന്നു. കള്ളത്തരം കാണിച്ചു, അതൊന്ന് ചൂണ്ടിക്കാണിച്ചു. അത്രയേ ഉള്ളൂ. നമ്മൾ നിർത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1 ഡസനോളം മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിട്ടുണ്ട്. അധികാരമോഹം മാത്രമല്ല അവരെ BJPയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. BJPയും കോൺഗ്രസും ഒരു തൂവൽ പക്ഷികളാണെന്നും സ്വരാജ് ആരോപിച്ചു. യോഗത്തിൽ കർഷക സംഘം തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് K. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM കർഷക സംഘം നേതാക്കളായ M. പ്രകാശൻ, K. സന്തോഷ്, CM കൃഷ്ണൻ, K. പത്മിനി, പുല്ലായിക്കുടി ചന്ദ്രൻ, V. രമേശൻ, T. ബാലകൃഷ്ണൻ, MV ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.